യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും എസ്.എഫ്.ഐയെ പുകഴ്ത്തിയും പി.ജെ. കുര്യൻ. ക്ഷുഭിത യൗവനത്തെ എസ്.എഫ്.ഐ കൂടെ നിർത്തുന്നു. എന്നാൽ യൂത്ത് കോൺഗ്രസിൽ യുവാക്കളില്ലെന്നും പി.ജെ. കുര്യൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ഉള്ളവരെ വേദിയിലിരുത്തിയായിരുന്നു കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി അംഗത്തിന്റെ വിമർശനം. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പത്തനംതിട്ടയിൽ നടന്ന സമരസംഗമത്തിലായിരുന്നു പി.ജെ. കുര്യന്റെ തുറന്നുപറച്ചിൽ. വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും CPIM-ന് സംഘടനാ ശക്തിയുണ്ട്. എസ്.എഫ്.ഐ ക്ഷുഭിത യൗവനത്തെ കൂടെ നിർത്തുന്നു. യൂണിവേഴ്സിറ്റി സമരം കണ്ടില്ലേയെന്നും പി.ജെ. കുര്യൻ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. എന്തെല്ലാം എതിർ പ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ്. ഇന്നലെ SFIയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ? യൂണിവേഴ്സിറ്റി ചെന്ന് അതാ അഗ്രസീവായ യൂത്തിനെ അവരവരുടെ കൂടെ നിർത്തുന്നു. നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട. ഒരു മണ്ഡലത്തിൽ 25 പേരെ. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനെ വല്ലപ്പോഴും ടിവിയിൽ കാണാമെന്നും കുര്യൻ പരിഹസിച്ചു. കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും യുവാക്കളുടെ കൊഴിഞ്ഞുപോക്ക് മുതിർന്ന നേതാവ് ഉദാഹരണ സഹിതമാണ് ചൂണ്ടിക്കാട്ടിയത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹത്തെ വല്ലപ്പോഴും ഒക്കെ ടിവിയിലൊക്കെ കാണും. എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല? സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുന്ന KPCC-ക്കെതിരെയും പി.ജെ. കുര്യൻ തുറന്നടിച്ചു. ഇലക്ഷൻ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞു, അടൂർ പ്രകാശ് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അടൂർ പ്രകാശിനോട് അന്നേരം ബെയർ വിത്ത് മീ, കാര്യം അടൂർ പ്രകാശിനും വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ അഭിപ്രായം കേട്ടിരുന്നെങ്കിൽ 3 പേർ ഉറപ്പായി ജയിച്ചേനെ. അത് ഞാൻ ഇവിടെ പരസ്യമായി ഇപ്പോൾ പറയുന്നില്ല, കേട്ടില്ല. പത്തനംതിട്ട ജില്ലയിൽ പിടിമുറുക്കാൻ ഒരുങ്ങുന്ന അടൂർ പ്രകാശിന്റെ പേരെടുത്തു പറഞ്ഞുള്ള വിമർശനത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഏറെയാണ്. നിസ്വാർത്ഥമായ വിമർശനത്തിനപ്പുറത്തേക്ക് കോൺഗ്രസിനുള്ളിലെ ചേരിപ്പോര് കൂടിയാണ് പി.ജെ. കുര്യന്റെ വാക്കുകളിൽ കൂടി പുറത്തുവരുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.